മലപ്പുറം തിരൂർ പരവണ്ട സ്വദേശി മുഹമ്മദ് ഹിജാസിനോട് ഭാവിയിൽ ആരാകാനാണ് ആഗ്രഹമെന്ന് ക്ലാസ് ടീച്ചർ ചോദിച്ചപ്പോൾ ഹിജാസിന്റെ മറുപടി പട്ടാളക്കാരനാകണമെന്നായിരുന്നു. ഒടുവിൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം തന്റെ പ്രിയപ്പെട്ട ക്ലാസ് ടീച്ചർക്ക് മുന്നിൽ ഒരു സർപ്രൈസ് സല്യൂട്ടുമായി ആ പട്ടാളക്കാരൻ എത്തിയ വാർത്ത മീഡിയ വൺ കഴിഞ്ഞ ദിവസമാണ് നൽകിയത്. സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിൽ ഇത് പ്രചരിക്കുകയുണ്ടായി. ഫേസ്ബുക്കിൽ മാത്രം ഇതിനോടകം 20 ലക്ഷത്തിലധികം ആളുകളാണ് വാർത്ത കണ്ടത്. വാർത്തയ്ക്ക് താഴെ നിരവധി പേരാണ് ഇജാസിന്റെ ടീച്ചറെ കാണണമെന്ന് ആവശ്യപ്പെടുന്നത്. മുഹമ്മദ് ഇജാസിന്റെ പ്രിയപ്പെട്ട ക്ലാസ് ടീച്ചർ ജിഷ ടീച്ചർ ഇവിടെയുണ്ട്. ഇതാണ് ഹിജാസിന്റെ പ്രിയപ്പെട്ട ജിഷ ടീച്ചർ. ഹിജാസിനെ കുറിച്ചുള്ള ആ വാർത്ത ചെയ്യുമ്പോൾ ജിഷ ടീച്ചർ നാട്ടിലില്ലാതിരുന്നതിനാലാണ് അന്ന് വാർത്തയിൽ ടീച്ചറെ ഉൾപ്പെടുത്താൻ കഴിയാതിരുന്നത്. തൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാകാത്ത ദിവസമായിരുന്നു ഹിജാസ് തൻ്റെ മുന്നിലേക്ക് വന്ന ആ നിമിഷമെന്ന് ടീച്ചർ ഓർക്കുന്നു. വളരെ സന്തോഷം തോന്നിയൊരു നിമിഷമായിരുന്നു. കാരണം എൻ്റെ അധ്യാപക ജീവിതത്തിൽ ഞാൻ ഏറെ മറക്കാനാകാത്ത ഒരു ദിവസമായിരുന്നു. 2019 ബാച്ചിലായിരുന്നു ഹിജാസ് പഠിച്ചത്. അപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാവരോടും ഞാൻ ചോദിക്കുമായിരുന്നു ആരാകാനാണ് ആഗ്രഹമെന്ന്. അപ്പോൾ എല്ലാവരും ഡോക്ടേഴ്സ് എൻജിനീയേഴ്സൊക്കെ ആകണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഹിജാസ് എനിക്കൊരു സൈനികനാകണം, അതാണ് അവൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ ചോദിച്ചു ആരോടെങ്കിലും പ്രചോദനം ഉൾക്കൊണ്ടാണോ? അല്ല, എൻ്റെ സ്വന്തം ഇഷ്ടമാണ് എനിക്കൊരു പട്ടാളക്കാരൻ ആകണമെന്ന്. അപ്പം അതിനുവേണ്ട എല്ലാ പിന്തുണയും ഞാൻ കൊടുത്തിരുന്നു. ഞങ്ങൾ വീണ്ടും ടീച്ചറെ കാണാനെത്തിയ വിവരം ഹിജാസുമായി വീഡിയോ കോളിലൂടെ ടീച്ചർ പങ്കുവയ്ക്കുകയും ചെയ്തു. ഹിമാചലിലെത്തിയ ഹിജാസ് ക്യാമ്പിൽ കയറുന്നതിന് തൊട്ടു മുമ്പാണ് ടീച്ചറുമായി വീഡിയോ കോളിൽ സംസാരിച്ചത്. പട്ടാള വേഷത്തിൽ തൻ്റെ മുന്നിൽ അവൻ എത്തുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് വലിയൊരു സർപ്രൈസ് ആയിരുന്നുവെന്ന് ടീച്ചർ പറയുന്നു. ഇല്ല, ഒരിക്കലും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നമ്മൾ പഠിപ്പിച്ച കുട്ടികൾ അവരാഗ്രഹിച്ചൊരു ലെവലിലേക്ക് എത്തുമ്പം നമുക്ക് ഏറെ സന്തോഷവും ഉണ്ടായിട്ടുണ്ട്. കണ്ടപ്പം തന്നെ എനിക്ക് നല്ല, കാരണം ആ സല്യൂട്ടൊക്കെ നിങ്ങൾ കണ്ടതാണ്, ഏറെ സന്തോഷമുണ്ട്. തിരൂർ DYSP ആയിരുന്ന VV ബെന്നിയുടെ ഇൻസൈറ്റ് ക്യാമ്പിലൂടെയാണ് ഹിജാസ് സൈനികനാകുന്നത്. ക്യാമ്പിൽ ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ കൃത്യമായി എത്തുന്ന വിദ്യാർത്ഥിയായിരുന്നു ഹിജാസ്. പക്ഷേ ഹിജാസിനെ സംബന്ധിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ക്യാമ്പുകൾ രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. രാവിലെ 5 മണിക്ക് ഹിജാസ് എല്ലാ സമയത്തും കറക്റ്റായി വരും. ഒരു ദിവസം ലീവ് എടുക്കാതെ വരിക എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് DSPയുടെ കീഴിൽ അത്രയും ചിട്ടയായിട്ടുള്ള പരീക്ഷ നൽകിയെന്നാണ്. ഹിജാസിന് മറ്റൊരു ക്വാളിറ്റി വെച്ചാൽ ഒന്നാമത്തെ പരീക്ഷയിൽ പരാജയപ്പെട്ടു. പക്ഷേ സാധാരണ കുട്ടികൾ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അത് എനിക്ക് പറ്റില്ല എന്നുള്ളതുകൊണ്ട് വിട്ടുപോകലാണ്. പക്ഷേ ഹിജാസ് അവിടെ പറ്റുമെന്ന് തെളിയിച്ചുകൊണ്ട് തന്നെ രണ്ടാമത്തെ പരീക്ഷയിൽ എഴുതി വിജയിച്ചു എന്നുള്ളതാണ്. താൻ നൽകിയ പിന്തുണയും പ്രോത്സാഹനവും ഒരു പട്ടാളക്കാരൻ്റെ ബിഗ് സല്യൂട്ടിലൂടെ സ്നേഹമായി മുഹമ്മദ് ഹിജാസ് തിരിച്ചു നൽകിയപ്പോൾ ജിഷ ടീച്ചർക്ക് അത് ഒരു ടീച്ചർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരമായിരുന്നു. ജംഷീർ കൊടിഞ്ഞി, മീഡിയ വൺ, തിരൂർ.